പുത്തൻ പുതിയ ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് മലയാള സിനിമ. 100 കോടി ക്ലബ്ബിലും പിന്നീട് 200 കോടി ക്ലബ്ബിലും എത്താൻ കുറച്ചേറെ വർഷങ്ങൾ മലയാള സിനിമയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഈ അടുത്ത നാളുകളിൽ റെക്കോർഡുകൾ ഉടച്ചുവാർക്കുന്ന കാഴ്ചയാണ് ചുറ്റിലും കാണാൻ സാധിക്കുന്നത്. 2016 പുലിമുരുകനാണ് ആദ്യമായി മലയാളത്തിൽ 100 കോടി ക്ലബ്ബിലെത്തുന്ന ചിത്രം. 139 കോടിയിലേറെ കളക്ഷനുമായി അന്ന് ഇൻഡസ്ട്രി ഹിറ്റായി പദവിയിലെത്തിയ മോഹൻലാൽ ചിത്രത്തിന്റെ റെക്കോർഡ് തകർക്കാൻ 2023 വരെ കാത്തിരിക്കേണ്ടി വന്നു. കേരള ജനതയെ പിടിച്ചുകുലുക്കിയ പ്രളയത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ 2018 എന്ന ചിത്രമായിരുന്നു ഈ റെക്കോർഡ് തിരുത്തിയത്. 177 കോടിയായിരുന്നു കളക്ഷൻ. പിന്നീട് തൊട്ടടുത്ത വർഷം മഞ്ഞുമൽ ബോയ്സ് പുതിയ റെക്കോർഡിട്ടു. 242 കോടി കളക്ഷൻ നേടിയെടുത്ത പുതിയ റെക്കോർഡ്. 2025 ആയപ്പോഴും ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗവുമായി എമ്പുരാൻ എത്തി. ചിത്രം ബോക്സ് ഓഫീസിൽ എല്ലാ റെക്കോർഡും തകർത്തെറിയുമെന്ന് പ്രീ റിലീസ് ബുക്കിംഗ് വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. 265 കോടിയുമായി ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറി. എമ്പുരാന്റെ കളക്ഷൻ റെക്കോർഡ് അടുത്തൊന്നും തകർക്കപ്പെടില്ല എന്ന് കരുതിയിടത്താണ് ലോകയുടെ എൻട്രി. കലിയങ്കാട്ട് നീലി ബോക്സ് ഓഫീസിൽ പാറിപ്പറന്നു നടന്ന കളക്ഷനെല്ലാം വാരിക്കൂട്ടി. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മോഹൻലാലിന്റെ എമ്പുരാൻ കവച്ചുവെച്ചു. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒന്നാം സ്ഥാനം. എപ്പോഴും തിയേറ്ററിൽ തേരോട്ടം തുടരുന്ന ചിത്രം ഇതുവരെ 266 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. 2018 എമ്പുരാൻ ലോക ഇൻഡസ്ട്രി ഹിറ്റായ 3 സിനിമയുടെ കോമൺ ഫാക്ടർ ആയ ഒരു നടനെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. വേറെ ആരുമല്ല, ടൊവിനോ തോമസ് ആണ് ഇപ്പോഴത്തെ ആ ചർച്ചാ വിഷയം. മൾട്ടി സ്റ്റാറായി എത്തിയ 2018 അനൂപ് എന്ന മുൻ പട്ടാളക്കാരൻ്റെ വേഷത്തിൽ സുപ്രധാന വേഷത്തിലാണ് ടൊവിനോ എത്തിയത്. സിനിമയ്ക്ക് ഹീറോയിക് നിമിഷങ്ങളും ഹൃദയം തുറന്ന സീനുകൾ നൽകുന്ന വേഷമായിരുന്നു ടൊവിനോയുടേത്. എമ്പുരാൻ ജിതിൻ രാംദാസ് എന്ന സുപ്രധാന വേഷത്തിലെ സിനിമയ്ക്ക് നിർണായക സാന്നിധ്യമായി ടൊവിനോ മാറി. ലോഗോയിൽ കാമിയോ റോളിൽ ടൊവിനോ എത്തിയെങ്കിലും സ്വർണ്ണപ്പല്ലുമായി എത്തിയ ആദ്യ ചിരി തന്നെ ചാത്തൻ പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടി. തിയേറ്ററിൽ ചിരിയും ആവേശവും കൗതുകവും ഒരുപോലെ പടർത്തി രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാനായി പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ചാത്തനായി ടൊവിനോ നിറഞ്ഞാടി.